നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. രാജ്യത്തെ മുഴുവൻ കള്ളപ്പണക്കാരുടെയും പേര് നാളെ നൽകാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. കള്ളപ്പണക്കാരെ കേന്ദ്രം സംരക്ഷിക്കുന്നുവെന്ന് കോടതി. സർക്കാർ വാദങ്ങൾ തള്ളി. പൂർണ്ണ പട്ടിക നാളെ നൽകുമെന്ന് അരുൺ ജെയ്റ്റ്ലി. രാഷ്ട്രീയ അടവ് നയരേഖ അംഗീകരിക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റി മാറ്റിയേക്കും. PB തയ്യാറാക്കിയ നയരേഖയോട് CCക്ക് വിയോജിപ്പ്. യെച്ചൂരിയുടെ ഭേദഗതികൾ ഉൾപ്പെടുത്തണമെന്നൊരു വിഭാഗം. കേന്ദ്ര നേതൃത്വം നോക്കുകുത്തിയെന്ന് വിമർശിച്ച് CC അംഗങ്ങൾക്ക് VSന്റെ കുറിപ്പ്. സംഘടനാ തെരഞ്ഞെടുപ്പിന് സമവായമുണ്ടെങ്കിൽ നല്ലത് എന്ന് VM സുധീരൻ. സമവായം വേണ്ട, സമ്പൂർണ്ണ ജനാധിപത്യം മതിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന ഘടകങ്ങളോട് AICC. മഹാരാഷ്ട്രയിൽ BJPയുടെ ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാകും. സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണറെ കണ്ടു. ശിവസേന പിന്തുണയ്ക്കും. സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച. കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രി. വനിതകൾക്ക് പുതിയ ഹോസ്റ്റൽ പണിയും. VCക്കും സിൻഡിക്കേറ്റിനും മുഖ്യമന്ത്രിയുടെ താക്കീത്. ഗവർണർക്ക് ഹിന്ദുത്വ അജണ്ടയെന്ന് KT ജലീൽ MLA. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച കള്ളപ്പണ നിക്ഷേപമുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ നാളെ രാവിലെ കൈമാറാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കള്ളപ്പണക്കാരുടെ പേരുകൾ കൈമാറണമെന്ന മുൻ ഉത്തരവ് തിരിച്ചു വിളിക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം കോടതി തള്ളി. കള്ളപ്പണക്കാരെ സർക്കാർ എന്തിന് സംരക്ഷിക്കുന്നുവെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം ഈ രീതിയിലാണ് പുരോഗമിക്കുന്നതെങ്കിൽ എവിടെയും എത്തില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിദേശ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപമുള്ള 7 പേരുടെ വിശദാംശം ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് കൈമാറിയിരുന്നു. ഗോവയിലെ ഖനന കമ്പനി ഉടമകളായ രാധാ സതീഷ് ടിംബോള, ചേതനസ് ടിംബോള, റോഹനസ് ടിംബോള, അന്നായസ് ടിംബോള, മല്ലികാർ ടിംബോള, ഡാബർ ഇന്ത്യയുടെ പ്രദീപ് ബർമൻ, രാജ്കോട്ടിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരി ചിമൻലാൽ ലോധ്യ എന്നിവരുടെ പേരുകളാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് കൈമാറിയത്. മറ്റു പേരുകൾ അന്വേഷണം പൂർത്തിയാക്കുന്നതനുസരിച്ച് കൈമാറാമെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ അന്വേഷണം ഈ രീതിയിലാണ് പുരോഗമിക്കുന്നതെങ്കിൽ ഒരു കാലഘട്ടത്തിലും പൂർത്തിയാകില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. കള്ളപ്പണക്കാരെ എന്തിനു സംരക്ഷിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി ആരാഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച കള്ളപ്പണക്കാരുടെ പട്ടിക നാളെ കോടതിയുടെ നടപടി രാവിലെ 10:30 ആരംഭിക്കുമ്പോൾ തന്നെ കൈമാറണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. മുദ്രവച്ച കവറിൽ കൈമാറുന്ന പേരുകളെ സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്ന സൂചന ചീഫ് ജസ്റ്റിസ് HL ദത്തു ഇന്ന് വാദത്തിനിടയിൽ നൽകി. UPA സർക്കാരിന്റെ കാലത്ത് കള്ളപ്പണ നിക്ഷേപകരുടെ പേര് വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് തിരികെ വിളിക്കണമെന്ന അറ്റോർണി ജനറലിന്റെ ആവശ്യവും കോടതി തള്ളി. B ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം MP രാജേഷ് MP, K സുരേന്ദ്രൻ, KC വേണുഗോപാൽ, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് എന്നിവരാണ് സ്റ്റുഡിയോയിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ K സുരേന്ദ്രൻ, സർക്കാരിനേറ്റ തിരിച്ചടിയല്ലേ ഇത്? നമസ്കാരം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് പൂർണ്ണമായിട്ട് കൈമാറില്ല എന്ന് ഗവൺമെന്റ് എവിടെയും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് നേരത്തെ പറഞ്ഞിരുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നതോടൊപ്പം കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് കോടതിയിൽ സമർപ്പിക്കാമെന്നാണ്. കോടതിയിൽ നാളെ രാവിലെ 10:30 സമർപ്പിക്കാമെന്ന് ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് വിദേശ ബാങ്ക് അക്കൗണ്ടുകൾക്ക് സംരക്ഷണ വലയം, പ്രൊട്ടക്റ്റീവ് അംബ്രല്ല നൽകുന്നത്? കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്ന വിഷയം സർക്കാരിനെ ഏൽപ്പിക്കാനാകില്ല. അങ്ങനെ അനുവദിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത് നടക്കില്ല. SITക്ക് കോടതി നേരിട്ട് നിർദ്ദേശം നൽകാൻ പോവുകയാണ്. അങ്ങനെ ഈ സർക്കാരിനെ വിശ്വാസമില്ല എന്ന് കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയല്ലേ? ഈ സർക്കാരിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് ഏൽപ്പിച്ചത്. അല്ലാതെ ഈ സർക്കാരിന്റെ കാലത്തല്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ SIT ഏൽപ്പിച്ചതാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ SIT സുപ്രീം കോടതിയുമായിട്ട് ആലോചിച്ച് ആ SIT വന്നു. ആ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റിന് ഒന്നും മറച്ചു വെക്കാനില്ല. നാളെയും മറ്റന്നാളൊക്കെ ആരുടെ പേരുകളാണ് വരിക എന്നുള്ളത് ദയവായി തുടരുക. ശ്രീ MP രാജേഷ്, മൻമോഹൻ സിംഗ് സർക്കാരും നരേന്ദ്രമോദി സർക്കാരും ഉരുണ്ട് കളിക്കുന്നു ഇരട്ട നികുതിയുടെ ഒക്കെ പേര് പറഞ്ഞ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഗതിമുട്ടി. ഇനി നിങ്ങൾ ഈ വിഷയം കൈകാര്യം ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ SITക്ക് നിർദ്ദേശം നൽകിക്കൊള്ളാം, SIT തീരുമാനിച്ചുകൊള്ളും ആർക്കൊക്കെ നോട്ടീസ് അയക്കണം, ആരെയൊക്കെ വിളിച്ചു വരുത്തണം എന്നീ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കള്ളപ്പണ വിഷയത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും BJP അധികാരത്തിൽ വന്നാലും ഒരേപോലെ തന്നെ ആയിരിക്കും കാര്യങ്ങളെന്ന് കോടതി വ്യക്തമാക്കുകയാണോ ഉണ്ടായത് ഇന്ന്? നികേഷ്, ഇന്നലെ നമ്മൾ എല്ലാവരും കൂടി തന്നെയാണല്ലോ ഈ പ്രശ്നം ചർച്ച ചെയ്തത്.
അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഒരു മാച്ച് ഫിക്സിംഗ് കോൺഗ്രസും BJPയും തമ്മിൽ നടക്കുന്നതിൻ്റെ ഭാഗമാണ് കോൺഗ്രസിൻ്റെ ഉന്നതരുടെ പേരുകളുണ്ട് എന്ന് BJP ചൂണ്ടിക്കാണിച്ചത്. അതിനർത്ഥം ഇതുമായിട്ട് അധികം മുന്നോട്ട് പോകരുത് എന്ന് കോൺഗ്രസിനുള്ളൊരു താക്കീതാണ്. കോൺഗ്രസിനും അതറിയാം, അവരുടെ ഉന്നതരായിട്ടുള്ള പലരുടെയും പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. BJPക്ക് വേണ്ടപ്പെട്ടവരുടെ പേരുണ്ട് എന്നുള്ളതും കോൺഗ്രസിനറിയാം. അപ്പം അതുകൊണ്ട് ഇതൊരു ഒത്തുതീർപ്പിൻ്റെ, ഒരു മാച്ച് ഫിക്സിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവും പരാമർശങ്ങളും ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവും സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാപട്യത്തിൻ്റെ മുഖത്തേറ്റിട്ടുള്ള ഒരു കനത്ത പ്രഹരമാണ്. ആ പ്രഹരത്തിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, വേദനിച്ച് പുളയുന്ന നിലയിലാണ് ഈ ഗവൺമെൻറ് ഉള്ളത്. കാരണം അത്ര ശക്തമായിട്ടുള്ള പരാമർശങ്ങളാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. എന്താ കോടതി പറഞ്ഞത്? ഇത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചാൽ അടുത്ത കാലത്തൊന്നും അന്വേഷണം തീരില്ല, നിങ്ങൾ എന്തിനാണ് പ്രൊട്ടക്റ്റീവ് അംബർല, സംരക്ഷണ കുട തീർക്കുന്നത് എന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിനോടല്ല ഇപ്പോൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് സുരേന്ദ്രൻ പറഞ്ഞതെല്ലാം ശരിയാണ്, കഴിഞ്ഞ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ഒറ്റ കാര്യം കൂടിയുള്ളൂ, ആ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ പറ്റി സുരേന്ദ്രൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഗവൺമെൻറ്റിനും ബാധകമാണ്. അതാ സുപ്രീം കോടതി ഈ ഗവൺമെൻറ്റിനോടാണ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് സംരക്ഷണ വലയം തീർക്കുന്നത്? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 5 മാസം കഴിഞ്ഞിട്ടും പട്ടിക പുറത്തു കൊടുക്കാതിരിക്കാൻ, പരസ്യപ്പെടുത്താതിരിക്കാൻ പറഞ്ഞ കാരണം കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞ അതേ കാരണം തന്നെയായിരുന്നു. 2 ഗവൺമെൻറ്റുകളും പറഞ്ഞത് കള്ളമാണ് എന്ന് ഇന്ന് സുപ്രീം കോടതി തെളിയിച്ചിരിക്കുക. എന്താ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്? നടപടിക്രമങ്ങൾ പൂർത്തിയാവാതെ പേര് കൈമാറാനാവില്ല, പ്രസിദ്ധപ്പെടുത്താനാവില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയായ 3 പേരുടെ പേര്, ഇന്നലെ 7 പേരുടെ പേര് ഞങ്ങളിതാ പുറത്തു വിടുന്നു എന്നാണ്, കോടതിക്ക് കൈമാറുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് സുപ്രീം കോടതി പറയുന്നു, നിങ്ങൾ മുഴുവൻ പേരും 12 മണിക്കൂറിനകം നാളെ 10:30 മുമ്പ് കോടതി കൂടുന്നതിന് മുമ്പ് നൽകൂ എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ ഒരു തടസ്സമേ അല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അരുൺ ജെയ്റ്റ്ലിയും നേരത്തെ കെ സി വേണുഗോപാൽ MP, ശ്രീ കെ സി വേണുഗോപാൽ, പ്രണീത് കൗർ അടക്കമുള്ള കോൺഗ്രസിൻ്റെ 3-4 പേരുകളെങ്കിലും നാളെ സുപ്രീം കോടതിക്ക് നൽകാൻ പോകുന്ന 700 അംഗ ലിസ്റ്റിൽ ഉണ്ടാകും എന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം. അതിനപ്പുറത്തേക്ക് ഉണ്ടോ എന്നറിയില്ല. കാരണം ഈ കാര്യം ചോദിക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലി ചിരിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ട എംബറാസ്മെന്റിന് ഒരുങ്ങിക്കഴിഞ്ഞോ? ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഭയവും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രസിന്റെ വക്താവ് അജയ് മക്കന്നല്ലേ ആദ്യം അങ്ങോട്ട് പറഞ്ഞത്, പ്രസിദ്ധീകരിക്ക്, ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ കോൺഗ്രസിനകത്ത് ഏതെങ്കിലും വ്യക്തിയുടെ പേരുണ്ടോ ഇല്ലോ എന്നതിനകത്ത് പരാമർശം. കോൺഗ്രസ് എന്ന് പറയുന്ന പുറത്തായ പാർട്ടി ഒരുപാട് നേതാക്കന്മാർ, ആയിരക്കണക്കിന് നേതാക്കന്മാരുടെ പാർട്ടി ഏതെങ്കിലും ഒറ്റപ്പെട്ട നേതാവിന്റെ പേരുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ള വ്യക്തമായത് കൊണ്ട് തന്നെയാണ് അവരോട് പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിനകത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിൽ നികേഷ് ഇത് ഇലക്ഷൻ ഇഷ്യൂ ആക്കിയത് BJP അല്ലേ? അല്ല, ഇതൊരു ഇലക്ഷൻ ഇഷ്യൂ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഇഷ്യൂ അല്ലേ? രാംദേവും BJPയും ഒക്കെ തന്നെയും കള്ളപ്പണത്തിൻ്റെ പേര് പറഞ്ഞാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കയ്യടി നേടിയത്, ആളെ കൂട്ടിയത്. രാംദേവ് പറഞ്ഞത് 50,000 പേരുടെ കള്ളപ്പണക്കാരുടെ ലിസ്റ്റുണ്ട് എന്നാണ്. എല്ലാ ഇന്ത്യക്കാരുടെയും പോക്കറ്റിൽ 15 ലക്ഷം രൂപ വീതം വീഴുമെന്നാണ്. ഒരു ഇന്ത്യക്കാരൻ, എൻ്റെ പോക്കറ്റിൽ ഈ പറയുന്ന 50,000 കള്ളപ്പണക്കാരുടെ കള്ളപ്പണം വെളുപ്പിച്ച് കൊണ്ടുവന്നാൽ 15 ലക്ഷം രൂപ എൻ്റെ മാത്രം പോക്കറ്റിൽ വീഴുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായ അതൊരു വലിയ വിഷയം തന്നെയാണ് അങ്ങനെ വീഴുമെങ്കിൽ. തുടരുക. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഇതേ അരുൺ ജെയ്റ്റ്ലി തന്നെ, പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനായ ഇതേ അരുൺ ജെയ്റ്റ്ലി തന്നെ അന്വേഷണങ്ങളിൽ ഏറ്റവും പഥ്യമായത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാറുള്ളത് CBI അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ എന്നതായിരുന്നു. അതുതന്നെയായിരുന്നു ഒരുപക്ഷെ നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുന്ന ഏറ്റവും പരമമായ അന്വേഷണം. ഇപ്പോൾ കോടതി 2009 മുതൽ 2014 വരെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുക്കുന്ന ആത്മാർത്ഥത പരിശോധിക്കുകയും, നിങ്ങൾ ഇനി അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട, SITയെ ഏൽപ്പിച്ചുകൊള്ളൂ, ഗവൺമെൻറ് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കുകയേ വേണ്ട, ഞങ്ങൾ SITയോട് പറഞ്ഞുകൊള്ളാം ആർക്കൊക്കെ നോട്ടീസ് അയക്കണം, ആരെയൊക്കെ വിളിച്ചു വരുത്തണം, എന്ത് നടപടികൾ എടുക്കണം കള്ളപ്പണക്കാരുടെ പേരിൽ എന്നൊക്കെ. ഇതൊരു പ്രത്യേക ഘട്ടമാണോ, പുതിയ അധ്യായമാണോ സുപ്രീം കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും അതെ. മാത്രവുമല്ല, ഇത് സുപ്രീം കോടതി ഈ കാര്യത്തിൽ മുൻപ് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ഉത്തരവുകളുടെ
ആകർഷകമായ അല്ലെങ്കിൽ ആശ്വാസകരമായ തുടർച്ച കൂടിയാണ്. ഇത് പറയാൻ കാരണം ഇന്നത്തെ ഈ ഉത്തരവിലൂടെ വളരെ കൺവെൻഷണൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ന്യായാധിപ വ്യൂഹം ജസ്റ്റിസ് ദത്തു അടക്കം വളരെ കൺവെൻഷണൽ എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന പറയപ്പെടുന്ന ന്യായാധിപനാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് ദത്തു. ഒപ്പമുള്ളത് ജസ്റ്റിസ് രഞ്ജന ദേശായും ജസ്റ്റിസ് മദൻ ലോക്കൂറുമാണ്. അപ്പൊ താരതമ്യേന കൺവെൻഷണൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ബെഞ്ച് പോലും ഈ കാര്യത്തിൽ പക്ഷേ വളരെ റാഡിക്കലായ വളരെ വിപ്ലവകരമായ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല ഇന്നത്തെ അവസ്ഥയിൽ ഇത് ലോകത്തെ ഏറ്റവും ശക്തമായ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം കാരണം ലോകത്തെ ഏറ്റവും ശക്തമായ സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന് പറയാറുണ്ട്. അന്ത്യാലോചനയെ പോലുള്ളവർ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യത്തിൽ ഇതിനകം ഉണ്ടാക്കിയിട്ടുള്ള ഉത്തരവുകൾ അതിനെ തുടർന്ന് ഇന്നത്തെ പ്രത്യേകത ഇതാണ്. രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ മുന്നണികൾ മാറി മാറി വരുന്നു. പക്ഷെ ഗവൺമെന്റ് ഭരണഘടനാപരമായ അർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു തുടർച്ചയായ ഉണ്മയാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് എൻറ്റൈറ്റി. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതിനകം തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇതിനകം തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉത്തരവുകൾ, അതിനുശേഷം പുതിയ സർക്കാർ വന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പുതിയ മുന്നണിയുടെ സർക്കാർ വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സമീപനത്തിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് വ്യാപകമായ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനുള്ള മുഴുവൻ സങ്കേതങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളടക്കം എല്ലാ തലങ്ങളിലും സുപ്രീം കോടതി തന്നെ തീരുമാനിക്കും. 2 കാര്യങ്ങളാണ് സത്യവാങ്മൂലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. ഒന്ന്, 21-ാം അനുച്ഛേദം അനുസരിച്ചിട്ടുള്ള സ്വകാര്യതയുടെ, അതായത് പണം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ സ്വകാര്യതയെ സംബന്ധിക്കുന്ന മൗലികാവകാശത്തിന്റെ പ്രശ്നം. 2, മറ്റ് രാജ്യങ്ങളുമായുള്ള അന്തർദേശീയ കരാറുകളും നയതന്ത്ര ബന്ധങ്ങളുമായിട്ട് കണ്ണി ചേർക്കപ്പെട്ടിട്ടുള്ള പ്രശ്നം. ഈ 2 അടിസ്ഥാന വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി തങ്ങൾ തന്നെ ഈ കാര്യം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്റെ അഭിപ്രായത്തിൽ നീതിന്യായപരമായ പുതിയ സർക്കാരിന് നേരെയുള്ള നീതിന്യായപരമായ ഒരു തരം അവിശ്വാസ പ്രമേയം തന്നെയാണ്. വളരെ വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ കെ സുരേന്ദ്രൻ, അങ്ങനെ ഒരു അവിശ്വാസം സ്വാഭാവികമായും താങ്കൾക്ക് അവകാശപ്പെടാം മൻമോഹൻ സിംഗ് സർക്കാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. മൻമോഹൻ സിംഗ് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ ശിക്ഷ ആ സർക്കാരിന് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ അധികാരത്തിലേറിയത് ഈ കള്ളപ്പണത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു. ഈ കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന് 50,000 പേരുടെ കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ വരെ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും പോക്കറ്റിലുണ്ടാക്കുന്ന ആ മാജിക് ഉണ്ടല്ലോ, ആ മാജിക്കിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഇന്ത്യൻ വോട്ടർമാരെ ഭ്രമിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങളുടെ സർക്കാരിലുള്ള അവിശ്വാസമല്ലേ ഇന്ന് കോടതി രേഖപ്പെടുത്തിയത്? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല നികേഷ്. ഞാനൊരു കാര്യം പറയാം. ഈ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്ത പോലെയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? ഈ ഗവൺമെന്റാണ് ഇക്കാര്യത്തിൽ വളരെയധികം മുമ്പോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളിപ്പോ പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റിയിലൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഒപ്പിട്ടത് നരേന്ദ്രമോദി ഗവൺമെന്റ്. അങ്ങനെയല്ല, ഇത് ഒരുപാട് സങ്കീർണമായിട്ടുള്ള നിയമപ്രശ്നങ്ങളുള്ള ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ നിങ്ങൾക്ക് മൻമോഹൻ സിംഗ് സർക്കാർ എടുക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൂടായിരുന്നോ? ആ രീതിയിൽ പ്രതികരിച്ചാൽ പോരായിരുന്നോ? അല്ലല്ല, മൻമോഹൻ സിംഗ് സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് 700ഓളം ആൾക്കാരുടെ വിവരങ്ങൾ സമാഹരിച്ച് ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഇത് ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഇത്ര വേവലാതിപ്പെടുന്നത്? ഈ ഗവൺമെന്റ് എന്തെങ്കിലും മറച്ചു വെക്കണമെന്നോ ഇല്ലോ എന്നുള്ളത് നാളെ രാവിലെ. ശ്രീ കെ സി വേണുഗോപാൽ, NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിൽ വന്ന ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ SIT രൂപീകരിച്ചു എന്ന് മാത്രമല്ല, ജൂൺ 25 തന്നെ ഈ 700 പേരുടെ ലിസ്റ്റ് SITക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ഞങ്ങൾക്ക് കൈമാറൂ എന്നാണ്. അതായത് ഗവൺമെൻറ് ഇത് അടക്കിപ്പിടിച്ച് എവിടെയെങ്കിലും ഇരിക്കുകയല്ല ചെയ്യുന്നത്, പകരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതുകൊണ്ട് അവർക്ക് നൽകുകയും അവർക്ക് നടപടിയെടുക്കാൻ ഏതൊക്കെ സാഹചര്യത്തിൽ കഴിയുമോ ആ സാഹചര്യത്തിലൊക്കെ തന്നെയും ഗവൺമെൻറ് വഴി നടപടിയെടുക്കുകയും നടപടിയെടുത്തവരുടെ പേരുകൾ സുപ്രീം കോടതിയിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് നരേന്ദ്രമോദിയിൽ എന്ന് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. അങ്ങനെ ഞങ്ങളല്ലോ പറഞ്ഞത്. ഇതിനകത്ത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഇലക്ഷൻ ഇഷ്യൂ ആയിട്ട് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞ പ്രണാബ് മുഖർജി ഇപ്പോഴത്തെ രാഷ്ട്രപതി ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ
ഒരു വലിയ പരമ്പരയാണിത്. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് അതിനകത്തുള്ള എല്ലാ റെക്കോർഡുകളും നമുക്ക് മുന്നോട്ട് പരിശോധിക്കാം, പാർലമെന്റിലും പരിശോധിക്കാമല്ലോ, ജനങ്ങൾക്കെല്ലാം പരിശോധിക്കാം, പ്രൈവറ്റ് ഇൻഫർമേഷനല്ലോ. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത തുടർച്ചയല്ലാതെ ഈ ഗവൺമെന്റ് അതിവേഗത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ ജൂൺ 25-ാം തീയതി ഹാജരാക്കി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത നടപടിക്രമങ്ങളുടെ ബാക്കി പത്രം മാത്രമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് എന്താണ് ചെയ്തത് ശ്രീ KC വേണുഗോപാൽ? 2009 തുടങ്ങിയ പ്രക്രിയ 2014 വരെ അവസാനിക്കുമ്പോൾ ചെറിയ കോടതി നടപടികളല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, രാം ജെഠ്മലാനിയും സുബ്രഹ്മണ്യം സ്വാമിയും ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരുന്നില്ല എങ്കിൽ അത്രയെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? ജർമ്മനി ഈ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതോടോട് മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. പിന്നീട് ഈ LK അദ്വാനിയും നരേന്ദ്രമോദിയും ഒക്കെ ബഹളം കൂട്ടിയപ്പോഴാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ അനക്കങ്ങളും ഉണ്ടായത്. ഡബിൾ ടാക്സേഷൻ നിയമപ്രകാരം നടപടിയെടുക്കാനെങ്കിലും നിങ്ങൾ തുനിഞ്ഞത്. അല്ലല്ല, ഞാൻ പാർലമെന്റിൽ ഇതിന്റെ ചർച്ചയ്ക്ക് സാക്ഷിയായിരുന്ന ആളാണ്. അഡ്വാനിജി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന പ്രണാബ് മുഖർജി പറഞ്ഞ മറുപടി അനുസരിച്ച് ഈ പറഞ്ഞ ഡബിൾ ടാക്സേഷൻ നിയമം അനുസരിച്ചും ഉള്ള കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റിന് ഒളിച്ചു വെക്കാനൊന്നുമില്ല. പക്ഷേ ഇന്റർനാഷണൽ ട്രീറ്റി അനുസരിച്ച് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കരാർ അനുസരിച്ച് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻ ആ രാജ്യങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോസസ്സിൽ തന്നെ ആയിരുന്നു. ആ പ്രോസസ്സിൽ ഡിലേ വന്നു. ആ പ്രോസസ്സിൽ ഗവൺമെന്റ് എന്തൊക്കെയോ കള്ളം കാണിക്കുന്നു. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരുടെ സ്വത്ത് അവിടെയാണുള്ളത്. എങ്കിലും ഏറ്റവും പരമോന്നതമായ നേതാക്കന്മാരുടെ പേരടക്കം പറഞ്ഞിട്ടായിരുന്നു ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ കേരളത്തിൽ ഇന്ത്യയിൽ ആകമാനം ഇപ്പൊ നേരത്തെ നികേഷ് സൂചിപ്പിച്ചവർ ആഞ്ഞടിപ്പിച്ചവര് കള്ളപ്പണത്തിന്റെ മൊത്തം കുത്തക കോൺഗ്രസിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഈ കള്ളപ്പണം പുറത്തു വരാത്തത്. എന്റെ 5 മാസമായിട്ടും പുറത്തു വരാൻ ഇവരുടെ കയ്യിൽ നിൽക്കുമല്ലോ. പുറത്തു വന്നോട്ടെ. കോൺഗ്രസ് പോലൊരു മഹത്തായ പാർട്ടിയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടാളോ ഉണ്ടായാലല്ലോ പ്രശ്നം. ഉണ്ട്, ആരൊക്കെ ഉണ്ടെങ്കിലും വരട്ടെ, പുറത്തു വരട്ടെ. ഇത് പുറത്തു വരേണ്ട രാജ്യത്തിന്റെ ആവശ്യമാണല്ലോ. ഇതിപ്പോ ഞങ്ങൾ അംഗീകരിക്കുന്നു. എനിക്ക് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. ഒരു സഹമന്ത്രിക്ക് നിങ്ങൾ IT നോട്ടീസ് നൽകി, പിന്നീട് ആ സഹമന്ത്രി തന്നെ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ തുടർന്നു, എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് ടിക്കറ്റ് നൽകി. അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഇവിടെ ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കള്ളപ്പണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ 3 പേരുകൾ, 3 എന്ന് പറയുമ്പോൾ 2 പേരും ഒരു കമ്പനിയുടെ ഭാഗമായിട്ടുള്ള 5 പേരുമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിലൊരാൾ തന്നെ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി, എനിക്ക് കള്ളപ്പണമല്ല ഉള്ളത്, എനിക്ക് NRI എന്നുള്ള നിലയിൽ എനിക്ക് സ്വാഭാവികമായും സാധിക്കുന്ന വിദേശ അക്കൗണ്ടാണുള്ളത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ 50,000 പേരെന്ന് രാംദേവ് പറയുന്നു, BJP അതിൽ കുറച്ച് പറയുന്നു. കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് വ്യക്തമാക്കിയത് 700 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിൽ കള്ളപ്പണക്കാരുടെയും അതുപോലെ തന്നെ ശരിയായ അക്കൗണ്ട് ഉള്ളവരുടെയും പേരുകൾ കലർന്നു പോയാൽ BJP സർക്കാരും UPA സർക്കാരും സംശയിച്ചതുപോലെ അങ്ങനെ ലെജിറ്റിമേറ്റ് അക്കൗണ്ട് ഉള്ളവർ കൂടി ഈ വിധത്തിൽ ഈ പുകമറയ്ക്കുള്ളിൽ വലിയ കൊള്ളക്കാരായി ചിത്രീകരിക്കപ്പെടില്ലേ? അത് അവരുടെ മനുഷ്യാവകാശ പ്രശ്നം തന്നെയല്ലേ? നികേഷ് ചോദിച്ച ഈ പ്രശ്നം തീർച്ചയായിട്ടും ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ സുപ്രീം കോടതി പോലും ആ പ്രശ്നം സാധുതയുള്ളതല്ല എന്ന് പറഞ്ഞിട്ടില്ല, സൂചിപ്പിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും ഈ കള്ളപ്പണവും ഇല്ലെങ്കിൽ നിയമാനുസൃതമായ പണവും തമ്മിലുള്ള വ്യത്യാസം, ആ വേർതിരിവ് വളരെ പ്രധാനമാണ്. പക്ഷെ പ്രശ്നം അതല്ല, ആ വേർതിരിവ് ആർ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ആ വേർതിരിവ് നിശ്ചയിക്കുന്ന ആളുകളുടെ വിശ്വാസ്യതയാണ്, സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ്. ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ കള്ളപ്പണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ധാരാളം ദശകങ്ങളായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കാർന്നു തിന്നുന്ന വളരെ മാരകമായ പ്രശ്നമാണ്. അഴിമതിയുടെ ഏറ്റവും കരാളമായ രൂപമാണ്. ആ അർത്ഥത്തിൽ അത് ഒരു വശം. രണ്ടാമതായി, നമ്മുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പലപ്പോഴും ബിസിനസ്സുകാരും ഇന്ന് ആഗോളീകരിക്കപ്പെട്ടിരിക്കുന്ന ബിസിനസ് കേന്ദ്രങ്ങളും ബിസിനസ് വ്യക്തിത്വങ്ങളും അതുപോലെ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വളരെ പ്രകടമായ ബന്ധം പലപ്പോഴും ഗ്ലോബലൈസേഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വികസനത്തിന്റെ മറപറ്റി വളരെ അധികം ശക്തിപ്പെട്ടു വരുന്ന ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നീക്കുപോക്കുകൾ, അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത്, ബിസിനസ്സും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ പ്രശ്നം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഗവൺമെന്റുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായതും ആ രീതിയിൽ തന്നെ കോടതികൾ ഈ കാര്യത്തെ സമീപിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിന്റെ പ്രസക്തി സുപ്രീം
കോടതി നിഷേധിച്ചിട്ടില്ല. പക്ഷേ ആ അന്വേഷണം നടത്തേണ്ടത് ഇതിൽ ആരൊക്കെ കുറ്റക്കാരാണ്, ആരൊക്കെ ശരിയായ നിയമാനുസൃതമായ പണത്തിന്റെ അല്ലെങ്കിൽ നിയമാനുസൃതം ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന്റെ ഉടമകളാണ്, എന്താണ് ഡെപ്പോസിറ്റിന്റെ രീതി, അത് നിയമവിധേയമായ രീതിയിലാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയക്കാരോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇന്നത്തെ സംവിധാനങ്ങളോ പരിശോധിക്കേണ്ടതില്ല. കാരണം ഇതുവരെയുള്ള അനുഭവങ്ങൾ അത്തരമൊരു പരിശോധനയുടെ ആശാസ്യതയ്ക്ക് അടിവരയിടുന്നതല്ല, അതേക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്ന വിധത്തിലാണ്. എന്തായാലും 700 പേരുടെ ലിസ്റ്റ് നാളെ രാവിലെ 10 മണിക്ക് സുപ്രീം കോടതിയുടെ കയ്യിൽ കിട്ടാൻ പോവുകയാണ്. 12 മണിക്കൂർ സമയം കൊടുത്ത് സുപ്രീം കോടതി ആ ലിസ്റ്റിംഗ് തരൂ എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത്രയും നല്ലത്. എന്താണ് ഇത് വരുത്താൻ പോകുന്ന മാറ്റം? നിങ്ങൾ 2014 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 500 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് പുറത്തുവിട്ട കണക്കാണ്. 500 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ശ്രീ KC വേണുഗോപാൽ അടക്കം 44 MP കോൺഗ്രസിന് പാർലമെൻറ്റിലേക്ക് അയക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഓരോ ഇലക്ഷനും 500ഉം 1000 കോടിയും ഒക്കെ ചെലവഴിക്കുന്ന വിധത്തിലുള്ള ഈ ഒരു ധൂർത്ത് അതെങ്കിലും അവസാനിക്കുമോ ശ്രീ KC വേണുഗോപാൽ? ഇന്നലെ പിടിച്ച 3 പേരിൽ ഒരാൾ തന്നെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് താങ്കൾ പറയുന്നത് ഞങ്ങൾ 500 കോടി ചെലവഴിച്ചെന്നോട് പറഞ്ഞിട്ടില്ല. ഇത് ചെലവഴിക്കാത്തവരാണല്ലോ. രാജേഷിയോട് പറഞ്ഞു 91 ശേഷമാണ് കള്ളപ്പണം ഉണ്ടായെന്ന്. അതിനുശേഷം ഭരിച്ച ഗവൺമെന്റിൽ അവരെ പിന്തുണച്ച ഗവൺമെന്റ് ഇല്ലായിരുന്നോ? ചിദംബരം ധനകാര്യമന്ത്രിയായത് ഇടതുപക്ഷം പിന്തുണച്ച ഗവൺമെന്റിലായിരുന്നോ? ഐക്യ ഗുജറാളും ദേവഗൌഡയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നില്ല ആ കാലഘട്ടത്തില്. അവര് ഭരിച്ചിട്ടില്ലായിരുന്നോ? അവർക്ക് ഈ തീറ്റി വേണ്ട നോക്കായിരുന്നല്ലോ. ഇവര് പിന്തുണച്ചല്ലേ? CPI ആ ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവര് ബംഗാൾ ഭരിച്ചതല്ല, അവർക്ക് ആകെ ഭരിക്കാൻ അവസരം കിട്ടിയത് ബംഗാൾ. വേണുഗോപാൽ പറഞ്ഞോളൂ. അവർക്ക് ആകെ ഭരിക്കാൻ അവസരം കിട്ടിയ ബംഗാളാണ്. ബംഗാളിലെ ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക നയങ്ങൾ എന്തായിരുന്നു എന്ന് ജോലി വാസുവിന് ശേഷം ഉണ്ടായിരുന്നു ഇപ്പൊ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അവർ ലിബറലൈസേഷൻ ഒന്നും പോയ പാർട്ടിയല്ലല്ലോ. അവർ ഉദാഹരണവൽക്കരണം നടത്തിയിട്ടില്ല, ബഹുരാഷ്ട്ര കുത്തകകളെ കൊണ്ടുവന്നിട്ടില്ല, ബംഗാളിൽ കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് ഇന്ത്യ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എന്നും പറയാം സാമ്പത്തിക നയങ്ങളെ കുറിച്ച്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല ശ്രീ KC വേണുഗോപാൽ. ഇന്ത്യക്കാരൻ എന്ത് ലഭിക്കുന്നു? ഇത് സ്വാഭാവികമായും ടാക്സ് പരിധിയിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സ് നെറ്റിൽ കൂടുതൽ പണം വരും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയക്കാർക്ക്, അതുകൊണ്ടാണല്ലോ നിങ്ങളും BJPയും ഇത് കോടതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് സീൽഡ് എൻവലപ്പിലാണെങ്കിൽ പോലും തരില്ല എന്ന് പറയുന്നത് മറ്റു ഭാഷകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വലിയ മുതലാളിമാരെ, കള്ളപ്പണക്കാരെ ഭയമുണ്ടായിരുന്നു. കാരണം അവരാണ് നിങ്ങൾക്ക് പണം തരുന്നത്. അവരെ നിങ്ങൾക്ക് വെറുപ്പിക്കാൻ വയ്യ. ഇനിയിപ്പോൾ ഈ കള്ളപ്പണം ഇല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുമോ ശ്രീ വേണുഗോപാൽ? എനിക്കൊരു സംശയമില്ല ഇക്കാര്യത്തിൽ. ഞങ്ങൾ നേരത്തെ ഇലക്ട്രൽ റിഫോംസിന്റെ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് ചെയ്യുന്ന കാര്യം ഗവൺമെന്റുകൾ തന്നെ ഏറ്റെടുക്കുന്നത്. ഇതിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ടിന്റെ കണക്കെടുത്ത് നോക്കിയാൽ, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഫണ്ട് കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിനകത്ത് മറ്റ് സോഴ്സുകളിലുള്ള ഫണ്ട് ഉണ്ടാവുന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനകത്തൊന്നും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇലക്ഷൻ രംഗം ശുദ്ധീകരിക്കാൻ പബ്ലിക് ഫണ്ടിംഗ് സിസ്റ്റം ഉണ്ടാവുന്നതിന് ഏറ്റവും നല്ല കാര്യം. ഇതിനകത്ത് ഈ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനവും രാജ്യവും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ സുപ്രീം കോടതി ഗവൺമെന്റ് നൽകട്ടെ. ഇപ്പൊ ഇതിനകത്ത് അന്താളിപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. ഇത് കോൺഗ്രസ് ഗവൺമെന്റിനെ പരമാവധി കുറ്റപ്പെടുത്തി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പൊ ഭരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് കള്ളപ്പണം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ ആ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്, ധാർമ്മികമായ ബാധ്യതയുണ്ട്. സുപ്രീം കോടതി പറയാതെ തന്നെ ഇത് നൽകേണ്ടതായിരുന്നു അവര്. അതെ, അത് പറയാതെ ചെയ്യണമായിരുന്നു. അത് ശ്രീ സുരേന്ദ്രൻ സമ്മതിക്കുന്നില്ല. ദയവായി തുടരുക. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു, അന്താളിപ്പിന്റെ വിഷയമൊന്നുമില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണോ? നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കള്ളപ്പണവും വെളുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് അവിശ്വസനീയമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സുപ്രീം കോടതി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഇടിത്തി പോലെ ഇതാ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിലേക്ക് ലിസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിപീഠത്തിൻ്റെ കയ്യിലെത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളപ്പണ എക്സ്പോർട്ടറായ ഒരു രാജ്യത്തിൻ്റെ 700ഓളം കള്ളപ്പണക്കാരുടെ പേരുകൾ. ഇത് വരുത്താൻ പോകുന്ന മാറ്റം എന്താണ്? ഇത് 2-3 തലങ്ങളിൽ വളരെ സുപ്രധാനമായ, നിർണായകമായ, ചരിത്രപ്രധാനമായ മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യയുടെ സുപ്രീം കോടതി അതിൻ്റെ നീതിന്യായപരമായ അധികാരം, അത് ജുഡീഷ്യൽ റിവ്യൂവിലുള്ള അധികാരം, അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു ധർമ്മം നിർവഹിക്കുന്ന തലത്തിലേക്ക്
ആ അധികാരത്തെ ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ അതിന് ധാർമ്മികമായ അതുപോലെ ജനകീയമായ ആ രീതിയിൽ ശരിയായ വിധത്തിൽ രാഷ്ട്രീയമായ മാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അതിലുപരി ഇവിടെ കള്ളപ്പണത്തിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മുടെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ബുദ്ധിമുട്ടുകളുമായി, ജനങ്ങളുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട, മറ്റു രീതിയിലുള്ള നമ്മുടെ അരക്ഷിതാവസ്ഥയുമായി ബന്ധപ്പെട്ട വളരെ മൗലികമായ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണെന്നുള്ളത് നാം എല്ലാവരും സമ്മതിക്കും, ഈ ചർച്ചയിലുള്ള എല്ലാവരും സമ്മതിക്കും. അപ്പോൾ പ്രശ്നം അതല്ല, ഇതിലുപരിയായി കൂടുതൽ അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക്, അത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടവ അടക്കമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ സംവിധാനങ്ങളെ പോകുവാൻ നിർബന്ധിക്കുന്ന ചില തീരുമാനങ്ങൾ കൂടി ഇതിലൂടെ പുറത്തു വന്നേക്കാം. ഇന്നത്തെ അവസ്ഥയിൽ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണം, ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായി നടക്കുന്ന പരസ്യങ്ങൾ, അതിനു വേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ചിലവ്, പലപ്പോഴും ഇത് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണമാണ് ഗവൺമെന്റ് പരസ്യങ്ങളിൽ കൂടി പോലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർവഹിക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ച മറ്റൊരു കേസ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ഗഗോയ് അധ്യക്ഷനായിട്ടുള്ള മറ്റൊരു ബെഞ്ചിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ബിസിനസ് ബാന്ധവത്തിന് പകരം കുറച്ചുകൂടി സുതാര്യമായ അർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാം. പണ്ട് ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയിൽ പോലും വന്നിട്ടുള്ള കാര്യമാണ് സ്റ്റേറ്റ് ഫണ്ടിങ്. പക്ഷേ സ്റ്റേറ്റ് ഫണ്ടിങ് കൊണ്ട് ചിലരെങ്കിലും സ്റ്റേറ്റിന്റെ ഫണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുമെന്നുള്ള അടിസ്ഥാനത്തിലാണ് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആ നിർദ്ദേശത്തിന് വലിയ സ്വീകാര്യത ഇല്ലാതെ പോയത്. പക്ഷെ ഇന്ന് സ്വകാര്യ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ, സ്വകാര്യ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, സ്വകാര്യ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള ഗവൺമെന്റുകൾ, ഇതൊക്കെ തന്നെ പലപ്പോഴും ഈ സ്റ്റേറ്റ് ഫണ്ടിങ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ അപേക്ഷിച്ച് വളരെ മാരകമായിട്ടുള്ള ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് രാജ്യത്തിനും ഗവൺമെന്റുകൾക്കും അല്ലെങ്കിൽ കോടതിക്കും ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുതാര്യമായ, അക്കൗണ്ടബിൾ ആയിട്ടുള്ള, കണക്ക് പറയുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, അത് വ്യക്തമാണ്. ശ്രീ കെ സി വേണുഗോപാൽ, അവിടെയാണ് രാധ ടിംബ്ലോ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ട കള്ളപ്പണക്കാരിയാണ്. അവർ നിന്നും BJP 1.5 കോടി രൂപയും കോൺഗ്രസ് 65 ലക്ഷവും വാങ്ങിയിട്ടുണ്ട്. 8 തവണ BJPക്കും 5 തവണ കോൺഗ്രസിനും അവർ സംഭാവന നൽകിയിട്ടുണ്ട്. എത്ര കള്ളപ്പണക്കാരിൽ നിന്ന് കോൺഗ്രസും BJPയും സംഭാവന വാങ്ങിയിട്ടുള്ളൂ എന്നതിൻ്റെ കണക്കുകൾ പുറത്തു വരാൻ പോവുകയാണ്. കോൺഗ്രസ്സുകാരായ അല്ലെങ്കിൽ UPA മന്ത്രിസഭയിൽപ്പെട്ട എത്ര പേർ ഈ കള്ളപ്പണക്കാരുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് വേറെ കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സുതാര്യത ഇടുകയും ആരാണ് ഈ കള്ളപ്പണക്കാരുമായി കൂടുതൽ ആഭിമുഖ്യം, ഇനി അവരുമായി ബന്ധപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുക തുടങ്ങിയ വിഷയങ്ങളെങ്കിലും പരിഗണിക്കേണ്ടി വരില്ലേ വരും നാളുകളിൽ? നികേഷ്, ഇതിനകത്ത് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു അദ്ദേഹം പറഞ്ഞ റെലവൻ്റായ പോയിന്റ് തന്നെയാണ് ഇക്കാര്യത്തിൽ. നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ വർഷം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും അത് ചെലവേറിയതായി മാറുന്നു. അത് ഇന്ന് എന്റെ പാർട്ടിയിൽ മാത്രമേ അത് നികേഷ് ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞ കോൺഗ്രസും BJP ആണ് ഷെയർ ചെയ്യുന്നത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണക്കെടുത്ത് നോക്കിയാൽ, അവരുടെ തെരഞ്ഞെടുപ്പ് ചെലവെടുത്ത് നോക്കിയാൽ ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഉദാഹരണത്തിന് എടുത്താൽ LDFും UDFും ചെലവാക്കുന്ന തുകയിൽ വലിയ വ്യത്യാസമുണ്ടോ? പ്രകടനത്തിന് വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇതിനകത്ത് മൗലികമായി ചിന്തിക്കേണ്ട, രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്. എന്തുകൊണ്ട് ഇത്തരം ആളുകളെ ആശ്രയിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെ കാളീശ്വരൻ രാജു പറഞ്ഞാൽ വളരെ റെലവന്റ് ആണ്. കാരണം ഇത് പബ്ലിക് മണി കൊടുത്താൽ ഉണ്ടാകുന്ന നഷ്ടത്തിനേക്കാൾ കൂടുതൽ നഷ്ടമാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഒരു ഇലക്ട്രോണിക് റിഫോംസ് അടക്കമുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ കള്ളപ്പണത്തിന്റെ സോഴ്സ് അടക്കണം, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഗവൺമെന്റുകളുടെ നിലപാടുകൾ അടക്കണം, രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യപ്പെടുന്നെങ്കിൽ അത് മാറ്റപ്പെടണം. അത് ഇന്ന പാർട്ടിയാണെന്ന് പിൻപോയിന്റ് ചെയ്യാൻ പറ്റുമെന്ന് പിൻപോയിന്റ് ചെയ്തോ. അതിനുവേണ്ടി കള്ളപ്പണത്തിന്റെ ലിസ്റ്റ് പുറത്തു വരട്ടെ. ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട, കോൺഗ്രസിനകത്ത് ഔദാര്യം കൊടുക്കുകയും ചെയ്യേണ്ട. ഓപ്പോസിഷൻ ലീഡർ പോലും കൊടുക്കാത്ത ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നിയമാനുസൃതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആ ഔദാര്യം അവർ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇതിനകത്ത് ആരാണോ യഥാർത്ഥ പ്രതികൾ അവരെ പുറത്തു കൊണ്ടുവരട്ടെ. പിന്നെ ആരുടെയൊക്കെ പൈസ വാങ്ങിച്ചു എന്നുള്ള കണക്കെടുത്താൽ അതിനൊന്നും രക്ഷപ്പെടാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കാൻ ഈ പ്രശ്നങ്ങൾ സഹായകരമാകുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടതാണ് എന്റെ അഭിപ്രായം. ശ്രീ MP രാജേഷ്, അതിൽ താങ്കളുടെ അഭിപ്രായം കൂടി കേട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കപ്പെടുമോ?
രാഷ്ട്രീയ രംഗം ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് കൊണ്ടോ വിധി കൊണ്ടോ ശുദ്ധീകരിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ശ്രീ KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒട്ടും ആത്മാർത്ഥതയോടുകൂടിയല്ല ഇത് പറയുന്നത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത്രയും കാലം അവർ അധികാരത്തിലിരുന്നതാ. ഇന്ന് വരെ കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. BJP സ്ഥിതി തന്നെയാണ്. CPIM മാത്രമാണ് നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെക്കുറിച്ച്, സ്റ്റേറ്റ് ഫണ്ടിങ്ങിനെ കുറിച്ച്, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കോർപ്പറേറ്റ് ഫണ്ടിങ് നിരോധിക്കുന്നതിനെക്കുറിച്ച് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടുള്ളത്. ലോക്പാൽ ബില്ലിൻ്റെ ചർച്ച വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ലോക്പാൽ സംബന്ധിച്ച് ദേശീയ പാർട്ടി നേതാക്കളുടെ അഭിപ്രായം നേടിയപ്പോൾ രേഖാമൂലം ഗവൺമെന്റിന് CPIMന്റെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് എഴുതിയിട്ടുള്ള കത്തിൽ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സ്റ്റേറ്റ് ഫണ്ടിങ് വേണമെന്നുള്ളതാണ്, രണ്ട് കോർപ്പറേറ്റ് ഫണ്ടിങ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരോധിക്കണം എന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക് സംഭാവന നൽകണമെങ്കിൽ ഈ ഗവൺമെന്റിന് കീഴിലുള്ള കോർപ്പസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാം, അതിൽ നിന്ന് ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികളെ സംഭാവന നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് CPIM ആണ് ഇക്കാര്യത്തിലെല്ലാം വളരെ തത്വദീക്ഷയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് പാർട്ടികളും ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിൽ ഇക്കാര്യത്തിൽ യോജിപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്നല്ലോ. ഇപ്പോൾ കോൺഗ്രസ് ചെലവഴിച്ച പണത്തെക്കുറിച്ച് പറഞ്ഞു. നരേന്ദ്രമോദി ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചതിനേക്കാൾ വലിയ തുകയാണ് നരേന്ദ്രമോദിയും BJPയും കൂടി പ്രചരണത്തിന് ചെലവഴിച്ചത് എന്ന് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ഉൾപ്പെടെയുള്ളവരുടെ പഠനങ്ങളിൽ ഇത് അവർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അദാനിയുടെ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ആയിരുന്നല്ലോ നരേന്ദ്രമോദി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി. അപ്പോൾ ശ്രീ കാളീശ്വരൻ രാജ് പറഞ്ഞത് ശരിയാ. ഇക്കാര്യവും CPIM നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ലോക്പാലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൊടുത്ത നോട്ടിൽ പറഞ്ഞിട്ടുള്ളത് അഴിമതിയുടെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഉന്നത രാഷ്ട്രീയക്കാരും ഉന്നത ബ്യൂറോക്രാറ്റുകളും കോർപ്പറേറ്റുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ്. ആ ബന്ധം ഇല്ലാതാക്കണം. ഞങ്ങൾ വേറെയും നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തെറ്റായ മാർഗത്തിലൂടെ നേടിയെടുക്കുന്ന ലൈസൻസുകൾ റദ്ദാക്കുക, രാജ്യത്തിന് ഇങ്ങനെയുള്ള ലൈസൻസുകളും കരാറുകളും കൊടുക്കുന്നതിലൂടെ വരുന്ന നഷ്ടം കോർപ്പറേറ്റുകളിൽ നിന്ന് തിരിച്ചുപിടിക്കുക, ഇത്തരം കോർപ്പറേറ്റ് കമ്പനികൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, ഇത്തരം നടപടികളെല്ലാം ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നടപ്പാക്കാൻ കോൺഗ്രസോ BJPയോ തയ്യാറാണോ? വ്യക്തമാണ്. MB രാജേഷ്, ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത K. സുരേന്ദ്രൻ, KC വേണുഗോപാൽ, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, വളരെ നന്ദി സഹകരിച്ചതിന്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച കള്ളപ്പണ നിക്ഷേപമുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് കൈമാറാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ഇനി അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട, ഞങ്ങൾ നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊള്ളാം, അവർ ആർക്കൊക്കെ നോട്ടീസ് അയക്കണമോ അവർക്കൊക്കെ നോട്ടീസ് അയച്ചുകൊള്ളും എന്ന് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്.